ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനിച്ചു വളർന്ന ഒരു തിരുഹൃദയ സമൂഹത്തിൽ നിന്നും മറ്റൊരു തിരുഹൃദയ സമൂഹത്തിലേക്കുള്ള പറിച്ചുമാറ്റലായിരുന്നു നാളിതുവരെയുള്ള എൻ്റെ ജീവിതം എന്ന് ഒരു പരിധിവരെ പറയാം. എന്നെ ഞാനാക്കി വളർത്തിയ ഇരു തിരുഹൃദയ സമൂഹങ്ങളെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. 2000 ആണ്ട് മുതൽ ഈ ഇടവകയുടെ ഒരു അംഗമായിരുന്നു എങ്കിലും ഏറെ നീണ്ട ഒരു പ്രവാസ ജീവിതത്തിന് ശേഷമാണ് നിങ്ങളോടൊപ്പം പൂർണ്ണമായ രീതിയിൽ ഇടപഴകിക്കൊണ്ട് ഒരു ഇടവകാംഗം എന്ന രീതിയിൽ എനിക്ക് ജീവിക്കുവാൻ സാധിച്ചത്. ഈ കാലയളവിൽ കുറച്ച് നാൾ ഇടവകയുടെ പാരിഷ് കൗൺസിൽ അംഗം എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചതിനെയും ആ കാലഘട്ടത്തിൽ ഇടവക അംഗങ്ങൾ പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് ഞങ്ങൾക്ക് നൽകിയിരുന്ന പൂർണ്ണ പിന്തുണയെയും ഏറെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഒപ്പം ഈ അവസരത്തിൽ എൻ്റെ എളിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോ വിഷമഘട്ടത്തിലും നാം തിരുഹൃദയത്തിൻ്റെ രക്തം കിനിയുന്ന രൂപത്തിന് മുൻപിൽ പോയി നമ്മുടെ വ്യാകുലതകൾ ഏറ്റുപറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നേട്ടങ്ങളിൽ സന്തോഷം പങ്കുവയ്ക്കുവാനും നമ്മൾ ഓടിയെത്തുക ഇതേ രക്തം കനിയുന്ന തിരുഹൃദയത്തിൻ്റെ മുൻപിലേക്കാണ്. വ്യക്തിപരമായി നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണ് എങ്കിലും നമ്മൾ എപ്പോഴും കാണുന്നത് രക്തം കിനിഞ്ഞു നിൽക്കുന്ന തിരുഹൃദയത്തെയാണ്. നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടേതായിട്ടുണ്ടായ ചെയ്തികളിൽ നിന്നും ഉടലെടുത്ത വ്യാകുലതകളാലാണ് അവിടുത്തെ തിരുഹൃദയം രക്തം കിനിഞ്ഞു നിൽക്കുന്നതെന്ന്? നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുഷ്പ്രവൃത്തിയിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ വ്യാകുലതകൾ അല്പമെങ്കിലും കുറയ്ക്കുവാനുണ്ടാകുന്ന ഒരു കാരണം. നമ്മളുടെ അത്തരം ഒരു പ്രവൃത്തി മൂലം അവിടുത്തെ വ്യാകുലതകൾ കുറയ്ക്കുവാനും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന മാതൃകയായി നമുക്ക് മാറുവാൻ വേണ്ടുന്ന കൃപയും നമ്മൾക്ക് ഈശ്വരനിൽ നിന്ന് ലഭിക്കും. 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ജൂബിലിയുടെയും തിരുനാളിൻ്റെയും എല്ലാവിധ മംഗളാശംസകളും നിങ്ങൾക്ക് നേരുന്നു.